കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം വീണ്ടും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ, സഭയുടെ മുമ്പാകെ അല്പസമയമായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. ഇന്ന് പൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസൻ കൂടെയും 2 ദൈവദാസന്മാർ കൂടെ നമുക്ക് വചനം കേൾക്കുവാൻ ഇടയായല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകാം. നമുക്കൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ 10 മുതൽ ഉള്ള താഴോട്ട് 2-3 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസോ എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോകാം. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് പാദപീഠത്തിലായിരിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങൾ വായിച്ചത്. പിതാവേ, വചനം അങ്ങയുടേതാണ്. ഓ ഷാബ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പൽക്കാലം അടിയങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടെ ഞങ്ങളായിരിക്കട്ടെ പിതാവേ. ഓ താങ്ക് യു ലോർഡ്. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളത് എന്ന് ഞങ്ങൾ അറിയുന്നു പിതാവേ. അത് അത്ഭുതങ്ങൾ ചെയ്യുന്ന വചനമാണ്, പാറയെ പൊട്ടിക്കുന്ന ചുറ്റികയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എത്ര കഠിന ഹൃദയമുള്ള മനുഷ്യനെയും അവൻ്റെ ഹൃദയങ്ങളെ ഉരുക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യനെ ചേഞ്ച് ചെയ്യുവാൻ കഴിവുള്ളതാണെന്ന് ഞങ്ങൾ അറിയുന്നു പിതാവേ. ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, അപ്പാ, അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യത തരണമേ, അതിനുള്ള കൃപ തരണമേ, അടിയങ്ങളോട് സംസാരിക്കണമേ. താങ്ക് യു ഫാദർ. അങ്ങയുടെ ഭൃത്യന്മാരിൽ കൂടെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾക്കായി സ്തോത്രം. ദൈവം അവരെയും അധികമായി ഉപയോഗിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വായിച്ച വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ആരെയാ? യോഹന്നാനെയാണ്. അങ്ങനെയാണല്ലോ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നുള്ള പേര് അദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ വേറൊരു അപ്പോസ്തലനുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലൻ. ആരാണെന്ന് അറിയാമോ? പൗലോസ്. സ്നേഹത്തെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ ആ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് പാൽക്കാലം ഇവിടെ വായിച്ചത്. സ്തോത്രം. ഈ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള കേൾവി, ഒരു സാക്ഷ്യം അനന്യാസ് പറയുന്നത് ശ്രദ്ധിക്കുക. ദോഷം ചെയ്യുന്നവനായി, ഉപദ്രവകാരിയായി ഈ മനുഷ്യൻ താൻ തന്നെ പറയുന്നുണ്ട്, അപ്പോസ്തലൻ എന്ന പേര് ഞാൻ യോഗ്യനേ അല്ല, കാരണം ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഭാഗത്ത് താൻ പറയുന്നുണ്ട്, ആ പാപികളിൽ ഒന്നാമൻ.
ആ ഭക്തൻ അത് പറയണമെങ്കിൽ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ ആ മനസ്സ് എത്രമാത്രം ചേഞ്ചായി. ദൈവജനതയെ, ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവൻ ഹെയ്റ്റ്രഡിലായിരുന്നു. ഹല്ലേലൂയ. ഈ ഹെയ്റ്റ്രഡ് എന്ന് പറയുന്ന ഒരു സാത്താന്യ ശക്തിയാണ്, ഒരു ഡെമോണിക് സ്പിരിറ്റാണ്. ഹല്ലേലൂയ. വെറുപ്പ് എന്ന് പറയുന്നത്, വെറുക്കുന്ന സ്വഭാവം, ഒരു കാരണമൊന്നും വേണ്ട. ഈ ദൈവമക്കൾ ഈ പാവപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടോ ഈ പൗലോസിനെയോ അയാളുടെ ആൾക്കാരെയോ വല്ല, ഈ അന്ന് പൗലോസല്ല ശൗല, അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹല്ലേലൂയ. വെറുപ്പ്, ഹെയ്റ്റ്രഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്പിരിറ്റാണ്, ഒരു ഡെമോണിക് സ്പിരിറ്റ്, ഒരു വല്ലാത്ത സ്പിരിറ്റാണ്. ഇതകത്ത് കയറിയിരിക്കുക, ഈ മനുഷ്യൻ്റെ അകത്ത് കയറിയിരിക്കുക. ചില സമയങ്ങളിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചിലരൊക്കെ ഒരു കാരണവും ഇല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട് നമ്മളോട്. അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു കാരണവുമില്ല. നമ്മൾ അവർക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു കാരണവുമില്ലാതെ നമ്മളെ ദ്വേഷിക്കുക. സ്തോത്രം. അവരുടെ ഉള്ളിൽ ആ സ്പിരിറ്റാണ്, ഇറ്റ്സ് എ ഡെമോണിക് സ്പിരിറ്റ്. ഈ മനുഷ്യൻ, ഈ ശൗലെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്പിരിറ്റ് കയറിയിരിക്കുകയായിരുന്നു, ഒരു ഡെമോണിക് സ്പിരിറ്റ്, ഹെയ്റ്റ്രഡിൻ്റെ സ്പിരിറ്റ്. ഈ മനുഷ്യനെ ആ സ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലനാക്കി മാറ്റി. ആമേൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ എത്രമാത്രം ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. താൻ തന്നെ പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. തൻ്റെ അനുഭവമാണ് താനത് പറയുന്നത്, അനുഭവത്തിൽ നിന്നാണ് താനത് പറയുന്നത്. സ്തോത്രം. അദ്ദേഹം സ്നേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ തന്നെ എഴുതിയെന്ന് പറഞ്ഞല്ലോ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം, 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യൻസ് 8 അതിൻ്റെ ആദ്യ ഭാഗത്തുണ്ടല്ലോ. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. സ്തോത്രം. ആ വാക്യം നോട്ട് ചെയ്തുകൊള്ളുക. സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, സ്തോത്രം, യേശു കർത്താവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, നമ്മെ വീണ്ടെടുത്ത രക്തം, വീണ്ടെടുപ്പിൻ്റെ രക്തം. എന്നാൽ വചനവും പ്രാർത്ഥനയാലും നാം അനുദിനം ശുദ്ധീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നാം കഴുകൽ പ്രാപിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. ഇനി താഴോട്ട് വായിച്ചോട്ടെ. അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ആമേൻ. ആ വാക്യം ശ്രദ്ധിക്കുക. ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്, അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യമാണ്. സ്തോത്രം. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവൻ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതല്ല വിഷയം, ദൈവം അവനെ അറിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, സ്തോത്രം, അത്ഭുതം ചെയ്തവരും അടയാളങ്ങൾ പ്രവർത്തിച്ചവരും ഭൂതങ്ങളെ പുറത്താക്കിയവരും അത്ഭുത രോഗശാന്തി ചെയ്തവരും പ്രവചന ശുശ്രൂഷയിൽ അങ്ങ് അറ്റം ശോഭിച്ച ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് യേശു പറയാം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്, ഒത്തിരി പേര് അറിയുന്നുണ്ട്. പെന്തിക്കോസുകാരൊക്കെ, ഇന്നത്തെ പെന്തിക്കോസുകാരൊക്കെ ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? അവരെ അന്യഭാഷ പറയുന്നില്ലേ? അറിയുന്നുണ്ട്. പക്ഷെ ദൈവം ഒരു വ്യക്തിയെ അറിയുന്നോ, അവരെ അറിയുന്നോ, നമ്മെ അറിയുന്നോ, അതാ വിഷയം. ഇവിടെ പറയുകയാണ്, സ്തോത്രം, എങ്ങനെ ദൈവം അറിയുന്നത് എങ്ങനെയാ? ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ. ആ ഹെയ്റ്റഡ്, ഒരു സമയത്ത് ഹെയ്റ്റഡിനാൽ, വെറുപ്പിൻ്റെ ആ പിശാചിനാൽ ഭരിക്കപ്പെട്ടവനായി നടന്ന വ്യക്തിയെ സ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലനാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി. സ്തോത്രം. ഇനി നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ സ്തോത്രം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. അനന്യാസ് പറയുന്ന ആ സാക്ഷ്യം കേൾക്കുക. അനന്യാസ് എത്ര ദോഷം ചെയ്തു.
എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ കേട്ടിരിക്കുന്നു. തനിക്ക് തന്നെ പോകാൻ പേടിയാ ആ മനുഷ്യൻ്റെ അടുത്തോട്ട്. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ കേട്ടിരിക്കുന്നത്. കർത്താവിനോട് പറയുകയാണ്. അടുത്തത്, ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെ ആ പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട്. അറസ്റ്റ് ചെയ്യുവാൻ അധികാരപത്രം കൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. ആ ഒരു മനുഷ്യൻ്റെ അടുത്തോട്ടാണോ കർത്താവേ എന്നെ പറഞ്ഞു വിടുന്നത്? എന്നെ അങ്ങനെയുള്ള ഒരു 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 സാഹചര്യത്തിലോട്ടാണോ കർത്താവേ അങ്ങ് പറഞ്ഞു വിടുന്നത് എന്ന് അപ്പോസ്തലൻ ഈ ദൈവദാസൻ ചോദിക്കുകയാണ്. അനന്യാസ് ചോദിക്കുകയാണ്. കർത്താവ് പറയുന്ന മറുപടിയാണ് എന്നെ പിടിച്ചു കുലുക്കിയ ഒരു മറുപടി. കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. ആ വാക്യമാണ് എന്നെ പിടിച്ചു കുലുക്കിയ ഒരു വാക്യം. ഹല്ലേലൂയ. നീ പോക. അവിടെ അനന്യാസ് പറഞ്ഞ കാര്യങ്ങളൊന്നും കർത്താവ് ഒരു വിഷയമായിട്ട് എടുക്കുന്നില്ല. അതെ, ശ്രദ്ധിക്കുക. അനന്യാസ് പറയാണ് അവൻ ദോഷം ചെയ്തതാണ്, അവൻ്റെ അധികാരപത്രമുണ്ട്, അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്, അവൻ്റെ അടുത്ത് പോകുന്നത് സൂക്ഷിച്ച് വേണം, പ്രശ്നമാണ്, ഞാൻ എങ്ങനെ പോകും, തന്നെ പോകും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തന്നെ ഭരിച്ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ യേശു കർത്താവ് പറയുന്നത് നോക്കാം, നീ പോക, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. കർത്താവ് തിരഞ്ഞെടുത്താൽ ആർക്കാണ് തടഞ്ഞു നിർത്താൻ കഴിയുന്നത്? ആർക്കാണ് അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്? ഞാൻ തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ഹല്ലേലൂയ, നിങ്ങൾ വെറുതെ ഇവിടെ വന്നതല്ല, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവം ചിലത് ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിലത് നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളെക്കുറിച്ച് ചില ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്, വെറുതെ തിരഞ്ഞെടുത്തതല്ല. ഹല്ലേലൂയ. നമ്മെ വെറുതെ തിരഞ്ഞെടുത്ത ഒരു വിശ്വാസിയായി ജീവിച്ചങ്ങ് ഒരു സമയത്ത് അങ്ങ് മരിച്ച് സ്വർഗത്തിൽ പോവുക, അതല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ മേലൊരു നിർബന്ധം കിടക്കും. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. എന്നെ ഒരു വേല ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ പോയി കിടക്കാനുള്ളവനല്ല, എൻ്റെ മേൽ ഒരു നിർബന്ധം കിടക്കുന്നു. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവൻ എൻ്റെ നാമത്തിന് 16-ാം വാക്യം, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി താനൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടതയെ ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതൊക്കെ അങ്ങ് ഭയങ്കര ആത്മീയ ലെവലാ പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടത അതിൽ പൂരിപ്പിക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു.